ഈശോയെ നന്ദി. എൻ്റെ പേര് അന്നമ്മ. ഞാനിത് 3ാമത്തെ ധ്യാനം ഇവിടെ വന്ന് കൂടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം കൂടി അവസാനത്തെ ദിവസം ഈ അങ്ങ് പ്രയാസവും ഒരനുഭവം എനിക്ക് വരുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഒത്തിരി ഉള്ളിലൊരു സ്നേഹമുണ്ട്, ആനന്ദമുണ്ട്. ഞാനറിയാതെ പൊങ്ങിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഈശോയെ കെട്ടിപ്പിടിച്ചോണ്ടേ പറഞ്ഞറിയാൻ പറ്റത്തില്ല, തീയായിപ്പോയി. ദേഹം മൊത്തം തീയുടെ ചൂട് കൊണ്ടങ്ങ് പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ പറയാനൊക്കാത്ത സ്നേഹം. ഞാൻ സിസ്റ്ററായിട്ട് ഭയങ്കര സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ച് വീട്ടിൽ പോയി പ്രാർത്ഥനയും അവിടെ ചെന്ന് എല്ലാവരോടും ഈ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ കുരിശിലും കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞില്ല. വല്ലവരും എന്നെ വല്ലതും ആക്ഷേപിക്കുന്ന വിചാരിച്ച് ദൈവത്തെ പഠിക്കുമല്ലോ എന്നോർത്തു പറഞ്ഞില്ല. അല്ലാത്ത അനുഭവങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്, വീട്ടിന് സന്തോഷമുണ്ട്. പിന്നെ ഏക്കുമനിക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോയി എല്ലാവരോടും അവരൊക്കെ വന്ന് ഭയങ്കര അന്നും ബെതറൊന്ന് പറഞ്ഞായിരുന്നു, ഇതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ വന്ന് തീ പിടിക്കുമെന്ന് അവിടെയൊക്കെ. എങ്കിലും അടു ഭയങ്കര തീ പിടിക്കാൻ എനിക്ക് ധ്യാനം നടത്തണമെന്നും പള്ളി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരോടൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കേട്ട അനുഭവം ഒത്തിരിയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയും, അയ്യോ എന്തോരം അനുഭവം പറഞ്ഞു. അവരെല്ലാം നന്നായിട്ട് ആ അനുഭവം ജ്വലിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലൊക്കെ പിടിക്കുക. അന്നേരം എനിക്കും സന്തോഷം തോന്നി. അങ്ങനെ ആ ധ്യാനം കൂടി വീട്ടിൽ ഒത്തിരി സന്തോഷത്തോടെ ഈ സാത്താൻ പിടിച്ചു വലിക്കുമെന്നാണ് സത്യമാണ്. ഇങ്ങോട്ട് വരുമെന്ന് പോലും വിചാരിച്ചില്ല. അതുപോലെ സാത്താൻ പിടിച്ചു വലിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ ചെന്നുകൊണ്ട് എൻ്റെ ജീവിതങ്ങളുടെ ശ്വാസോസം ചുരുങ്ങുന്നൊരു അനുഭവമായിരുന്നു. അതിലൊക്കെ ഒരുപാട് വിടുതലും കുറവും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഈ പിടിവലിയിൽ കർത്താവ് കുഞ്ഞുങ്ങളും പൈസ, മാമക്ക് 2 പൈസ തന്നു. ഞാനും മോളും ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം മോളെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഈശോയുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ പറഞ്ഞു, അമ്മ നമുക്ക് ചാപ്പലിൽ പോകുന്നത്. ചാപ്പലിൽ പോകാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കുറേ നേരം ഇരുന്ന് പിള്ളാത്തിട്ടയിൽ നിന്ന് ഞാനങ്ങനെ തറയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ താഴെ കുരിശ് നിൽക്കുന്ന ഈശോയെ കണ്ട് ഇങ്ങനെ നടക്കുന്ന ഈശോയെ താഴ്ത്തിക്കൊണ്ട് ഞാനിങ്ങനെ മനസ്സ് വിഷമിച്ച് എന്തോ ചിന്തിച്ചു. ഈ രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് ചേർന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി, ഉള്ളിലോട്ടങ്ങ് ഇറങ്ങി. എന്തെന്നറിയാത്ത ശക്തി സ്നേഹവും. അത് കഴിഞ്ഞിട്ട് ആരോടും പറയാതെ ഇവിടെ വന്നിരുന്നു. അതൊരു ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇത്രയും നീളമുള്ള ഒരു ചുമന്ന സ്വർണത്തിന് കണക്കൊരു മെഴുകുതിരി, കത്തിയില്ല. അത് ഈ കുരിശിൽ നിന്നും വന്നിട്ട് അമ്മയുണ്ട്. ഇതിലൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടുന്ന് എന്നിലേക്ക് ഒരു സൈഡിൽ കൂടെ വന്ന് എൻ്റെ ഉള്ളിലോട്ടങ്ങ് ഇറങ്ങി. എന്തെന്ന് പറയാത്ത സ്നേഹവും സന്തോഷവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അങ്ങനെ ഇരുന്ന് ധ്യാനമൊക്കെ കൂടി ഇരുന്ന് കൗൺസിലിങ്ങിൽ പോകണമെന്ന് ചോദിച്ചാൽ കുമ്പസാരിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ നേരത്തെ കൗൺസിലിംഗ് നടത്തി 2 പേരുമല്ല വേറൊരു കൗൺസിലിംഗ് നടത്തി. ഈ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, അത് പരിശുദ്ധാൽ. ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ കത്തിയൊന്നുമില്ല, തീയൊന്നും കത്തിയില്ലല്ലോ, മെഴുതിരി കത്താതാണല്ലോ ആ പുതിയ മെഴുതിരി എൻ്റെ ഹൃദയത്തിൽ വന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങിയത്. അയ്യോ അത് പരിശുദ്ധാത്മാവെന്ന്. അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഇരുന്ന് കൗൺസിലിംഗ് നടത്തി ഇവിടെ വന്നതിന് ശേഷം വളരെയേറെ സന്തോഷവും സമാധാനവും. പിന്നെ സിസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശിയപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ദർശനം കിട്ടുന്നില്ലെന്ന്. അപ്പം ദർശനം കിട്ടുന്നില്ലെങ്കിലും മനസ്സിനകത്ത് നല്ല ഒരു ഭയം പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം കൂട്ടിയിട്ട് പോയപ്പം അവർ പറഞ്ഞു പാശ്ചാത്യത്തിൽ പാടുകൊണ്ട്. വീട്ടിൽ ഇങ്ങനെ ജവമാല ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അറിയാതെ പാട്ട് പാടി അങ്ങ് പോവാ. 1-2 മിനിറ്റ് പാട്ട് പാടി പോവാ ഇംഗ്ലീഷിലൊക്കെ. കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് പറയാം, കല്ലുമിച്ച് ഇരിക്കാക്കത്തില്ല, അത് ഇംഗ്ലീഷിൽ പാടുക, ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുക, ഈ ഇംഗ്ലീഷ് എവിടെ പ്രാർത്ഥന നടക്കണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അനുഭവം ഈശോ തന്ന് ഇവിടെ നിന്ന് ഇതുവരെയും ധ്യാനം കൂടി നല്ല അനുഭവം. ആ മെഴുതിരി കണ്ടതിനന്ന് ഈ തൂണിൻ്റെ അവിടെ പച്ച കളറിൽ ഒരു പൈപ്പ് കൊണ്ടുവച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒത്തിരി പേടി കുടിച്ചു. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, എൻ്റെ അരികിലോട്ട് വന്നപ്പോൾ കൈ കാണിച്ചു, കൈ നിറച്ചും വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു എൻ്റെ ശരീരത്തോട്. ഞാനങ്ങ് കുടിക്കുന്നോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ശരീരം മുഴുവനും തണുത്ത ഐസ് പോലെ ഹൃദയം കയറി അങ്ങ് നിറഞ്ഞു. യേശുവേ നന്ദി. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് ഈ തൂണിൻ്റെ അടുത്ത് പൈപ്പ് കൊണ്ടുവച്ച് ആ പൈപ്പ് തുറന്നുകൊണ്ട് എൻ്റെ തലയിൽ കൂടെ കുറച്ച് ജ്വരമയുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. എൻ്റെ ഈ തലയുടെ ഉച്ചയിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കഴുകി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ പറയുന്നില്ലെന്ന് സിസ്റ്ററോട് പറഞ്ഞ് വീട്ടിൽ അനുഭവം വരാതെ ഞാൻ പറയത്തില്ലെന്ന്. പക്ഷേ ധ്യാനം എല്ലാവരും കൂടി സാക്ഷ്യം പറഞ്ഞപ്പം കിട്ടിയ അനുഭവം ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത്
ഞാൻ ഓടി വന്നത്. യേശുവേ നന്ദി. അതുപോലെ പഠിച്ചിട്ടില്ല. കർത്താവ് എനിക്ക് ഈ ധ്യാനം കഴിഞ്ഞ് ഒത്തിരി ഒത്തിരി വചനം വായിക്കുന്നു. അതുപോലെ നാവിന്റെ കെട്ടുകൾ അഴിയുന്നു. വചനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തിരുത്തി തരുന്നു. പ്രാർത്ഥന ഗ്രൂപ്പിൽ അത് വീട്ടിക്കാൻ ഇത് കിട്ടി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഭാഷാവരുടെ സ്തുതിക്കുമ്പോൾ ഏതൊക്കെയോ മലയാളത്തിൽ ഉള്ളിൽ തിരിച്ചും തരുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ആൻറ്റി പ്രത്യേകിച്ച് പഠിച്ചിട്ട് ഒന്നുമില്ല, ഇംഗ്ലീഷ് വരെയാണ് പാട്ടൊക്കെ പാടുന്നത്. കാലം പോയ പോക്കെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ടാലന്റുകള്. നമ്മളൊരു ശിശുവിനെ പോലെ ഒന്ന് വിട്ടുകൊടുത്താൽ ഈ പ്രായത്തിലും ഇതുപോലെ, നിങ്ങൾ കണ്ടില്ലേ തുള്ളിച്ചാടണേ, ഒരു ശിശുവിന്റെ മനസ്സോടെ അങ്ങ് തുള്ളിച്ചാടണേ. ഇതുപോലെ തുള്ളിച്ചാടിയ കർത്താവ് പ്രസാദിക്കാതിരിക്കുമോ? ഇതുപോലെ ദൈവത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കണം. വെറുതെ മരം പോലെ നിന്നാ പോരാ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിപ്പോക്കെ ഇംഗ്ലീഷിൽ പാട്ട് പാടുന്ന ക്രമോദയ. ഇനി നമുക്ക് യൂറോപ്പിൽ പോയേക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മഞ്ജുവിനാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം. ഇതെൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ്. കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ശൈശാമയത്തെ തലവേദന വരുന്നു. എനിക്ക് വൈകുന്നേരം ക്ലാസ്സിൽ കയറാൻ ഒന്നിനും പറ്റിയില്ല. ഇവിടെ വന്ന സമയം തൊട്ട് എനിക്ക് കണ്ണീരായിരുന്നു. ഇവിടെ വന്ന സമയം തൊട്ട് എൻ്റെ കണ്ണീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തിരിച്ചു പോകുന്ന നേരത്തെ സന്തോഷമായിരുന്നു. ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ടൈമായിരുന്നു. എനിക്ക് മനസ്സമാധാനമില്ല. വീട്ടിലെനിക്ക് എല്ലാത്തിനും ദേഷ്യമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ മാനസികമായി ആകെ തകർന്ന സമയമായിരുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാതിരുന്നെങ്കിൽ മെൻ്റൽ പിടിക്കുമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു. ആ രീതിയായിരുന്നു ഞാൻ വീട്ടിൽ. പക്ഷേ ഈ മാസം ഞാൻ വളരെ സന്തോഷത്തിൽ വന്നു. ലിൻസ് ബ്രദർ കൂട്ടായ്മയ്ക്ക് വന്നു. ആ സമയത്ത് കൂട്ടായ്മയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. സഹിക്കാൻ വയ്യാത്ത തലവേദനയായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബ്രദറിനെ കണ്ടു. ബ്രദറിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ തലവേദന കംപ്ലീറ്റ് മാറി. ബ്രദർ വന്ന് പ്രാർത്ഥിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കട മാറി. ഞാൻ പുതിയ കടയ്ക്ക് പോയി, ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയി സംസാരിച്ചു. പക്ഷേ അഡ്വാൻസ് കൊടുക്കാതെ തന്നെ എനിക്ക് സാധനം മാറ്റാൻ ആ കട ഓണർ താക്കോൽ തന്നു. അങ്ങനെ കട ഈ ധ്യാനം കഴിഞ്ഞ് പോയി 6-ാം തീയതിയാണ് കട ഞാൻ തുറക്കുന്നത്. ഈ കടയെടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അംഗൻവാടി വർക്കറിൽ ഒഴിവെടുത്തേക്ക് എനിക്ക് കാർഡ് വന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് 17-ാം തീയതിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലുമാണ്, സമാധാനത്തിലുമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവനന്തപുരത്ത് കൂട്ടായ്മയ്ക്ക് എന്നപ്പോൾ ഈ സമയം കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റാതെ അവിടെ വേറെ വീട്ടിൽ വെച്ച് ഇവിടെ ഭവനത്തിൽ വെച്ച് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ കണ്ടിച്ച് സമയമെടുത്ത് ശക്തമായി സഹോദരിക്ക് വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിച്ചു. വലിയ തകർന്ന അവസ്ഥയിൽ അവിടെ വന്നേ. ഈ സഹോദരിയുടെ കടബാധ്യത, കടയില്ലാത്തൊരവസ്ഥ, ജോലിയില്ലാത്തൊരവസ്ഥ, ഇവിടെ എല്ലാ മേഖലയിലും കർത്താവ് കട ഒരു പൈസ പോലും അഡ്വാൻസ് പോലും കൊടുക്കാതെ കട വേറെ സ്ഥലത്ത് പിരിച്ചു കൊടുത്തു. അതുപോലെ ഇപ്പം അംഗൻവാടി ജോലിക്ക് വേണ്ടി ഒരു വഴിയും വന്നിട്ട് പ്രിയപ്പെട്ട അത്ഭുതകരമായിട്ടാണ് കർത്താവ് ഈ മകളെ തുറന്നത്. ഈ മകള് നിരന്തരമായി രാത്രിയും പകലെന്ന പോലെ ഈ രക്തക്കണിക്കുമാണ് എപ്പോഴും ചെല്ലുന്നൊരു മകളായി മാറി. അതാണ് അതിന്റെ കാരണം. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് കരകടിച്ച് ബോധപ്പെടുത്തിക്കേ. എൻ്റെ പേര് തങ്കമ്മ. ഞാനിപ്പോൾ പച്ചയും മീനായിരുന്നു. എൻ്റെ മൂത്ത മോനെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇളയ മോൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങി. 3 മക്കളെ വേണം. അത് മൂത്തവൻ ആൺകുഞ്ഞായിരിക്കണം. അപ്പം ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഒരാഴ്ച ഒരു 5-ാം മാസമായപ്പോൾ ആ കൊച്ചിനെ കിട്ടി. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ആൺകുഞ്ഞാന്ന് മെസ്സേജ് കിട്ടി. അതുപോലെ തന്നെ പ്രസവത്തിന് കയറ്റിയിട്ട് പ്രസവം നടക്കാൻ ഒരു സാധ്യതയില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും ജോലിയൊന്നും ചെയ്യത്തില്ലല്ലോ, ചുമ്മാതെ വിട്ടുവരിക. അപ്പം പ്രസവം നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അത് മാതാവ് തന്നെ ചെന്ന് പ്രസവം എടുത്തെന്നാണ് പറയുന്നത്. അപ്പം അലിയ ഡോക്ടർ പച്ചൽ ഉദ്ദമാതാവ് ഹോസ്പിറ്റലിൽ അപ്പം ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു, അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇത് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞ് അമ്മച്ചി നേരെ ഇരുന്ന് കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മഹാ അതിശയമാണ്, എങ്ങനെയോ ഓപ്പറേഷൻ നടക്കാതെ ഈ കുഞ്ഞ് പുറത്ത് വന്നു. ആൺകുഞ്ഞായിരുന്നു, ഇച്ചിരി ഭാരക്കുറവായിരുന്നു. പിന്നെ ഈ 45-ാം പൊക്കം ഈ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് പനി കണ്ടമാനം കൂടി അങ്ങോട്ട് കോട്ടായി. കുഞ്ഞിൻ്റെ കണ്ണെല്ലാം അങ്ങ് മറിഞ്ഞ് കുഞ്ഞ് കമ്പ് പോലായി. അയ്യോ, ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഫോട്ടോയും വിളിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ മാതാവേന്നാ പരിസരബോധം ഇല്ലാതെ വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെ മുഷിഞ്ഞ വേഷത്തിലാണ് ആശുപത്രിയിൽ പോയത്. ഫോട്ടോയെ തന്നെ വിളിച്ച് കൂവി
റോസാമിസ്റ്റിക്ക മാതാവേ, IMS അമ്മേ, ഒന്ന് രക്ഷിക്കണേ. ഞങ്ങൾ ആഗ്രഹിച്ച് കിട്ടിയതല്ലേ, ഇങ്ങനെ തിരിച്ചെടുക്കാനാണ് പിന്നെ തന്ന, എന്തിനാ ഇങ്ങനൊക്കെ ഈശോയെ കുറ്റവും പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ബലം പിടിച്ച കൊച്ച് അയഞ്ഞ് കയ്യിലോട്ട് മലന്ന് വന്നപ്പോഴേക്കും നല്ല ജീവൻ വീണു. കൊച്ചൊന്ന് കണ്ണ് മറിഞ്ഞത് നേരെയായി പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ എല്ലാം മാറി. എങ്കിലും അവർ പിറ്റേ ദിവസമാണ് വീട്ടിൽ വിട്ടത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ധ്യാനത്തിന് ഭയങ്കര ഭാരമായിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ വീട് വിൽക്കാനൊരു ഉദ്ദേശമുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ മനസ്സില്ല, വിൽക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ ബ്രദറിനെ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ഹിതം പോലെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് തണുത്തു. ഇവിടെ ഇരുന്നപ്പോൾ ഞാനൊരു പഞ്ഞിക്കെട്ട് പോലായി മാറി. എൻ്റെ കാലൊന്നും അധികം ഇളക്കാനോ അനക്കാനോ ഒന്നും മേല, പക്ഷെ ഈ സ്തുതിപ്പ് വരുമ്പോൾ ഞാൻ അറിയാതാണ് ഡാൻസ് കളിച്ചത്. അതാ എനിക്ക് സ്പർശനം കിട്ടാതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറി എപ്പോഴും ഇരിക്കത്തുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ മനസ്സറിയാതെ എങ്ങനെ ചലിച്ചു താഴെ വീണിട്ട് എങ്ങനെ എഴുന്നേറ്റം തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒത്തിരി 14 വർഷമായി മുട്ട് നിവരാതിരിക്കുന്നത്. COPD അസുഖമുള്ള വ്യക്തിയാണ്. ദൈവം നൽകി അനുഗ്രഹിച്ചത്. കാല് വയ്യാതെ അവിടെ ഇരുന്ന വ്യക്തിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞതിലെല്ലാം പോയി ഓടിച്ച ഡാൻസ് കളിച്ചു. അതൊരു അടയാളമായിട്ട് കൊടുത്തതാണ്. എനിക്കറിയാമായിരുന്നു ഓടുന്നത്, അതാണ് സൂക്ഷിച്ചോളാൻ പറഞ്ഞത്. ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തിന് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശ്യാം, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്നത്. അന്ന് വന്നപ്പോൾ മാതാവിൻ്റെ പ്രത്യേകം അനുഗ്രഹം കിട്ടിയാണ് ഇവിടുന്ന് പോയത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം വന്നു. ജോലി സംബന്ധമായി ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സാറേ ഇനി ധ്യാനത്തിന് എന്നാ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. പിന്നെ ആട്ടേന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. സാറേ ധ്യാനം സാറ് പറഞ്ഞു ഇത്തവണ നീ പൊക്ക്. 4 ദിവസം ലീവ് കിട്ടുന്നത് ബുദ്ധിമുട്ട് കാരണം എന്തായാലും സാറ് ഒടുവിൽ ലീവ് തന്നു. ഇവിടെ വരാൻ പറ്റി. മാതാവിനോട് പ്രത്യേക അനുഗ്രഹവും നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം അറിയിക്കുന്നു. ഇവിടെ വരുന്ന അഭിഷേക സമയത്ത് പ്രത്യേക അനുഗ്രഹം മാതാവ് എനിക്ക് ഭാഷാപരം. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് നാക്കിലും ചുണ്ടിലൊക്കെ ഭയങ്കര വിറയലായിരുന്നു. പക്ഷേ ഈ തവണ എനിക്ക് വന്നപ്പോൾ എന്തോ പ്രത്യേക ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയോട് ഒരുപാട് നന്ദി. പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലെ അമ്മയ്ക്കാണെങ്കിൽ ധ്യാനം കൂടി ഭാഷാപരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും ചെയ്ത് എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കണേ. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. അതവനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. രോഗശുശ്രൂഷ സമയത്ത് എനിക്ക് നേരത്തെ ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു. അപ്പോൾ നടുവിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. രോഗശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിച്ചപ്പം എൻ്റെ നടുവിൻ്റെ അവിടെ എന്തോ ഒരു കുത്തുന്നോട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം കാലിൻ്റെ കൂടെ എന്തോ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എനിക്ക് നടുവേദന മാറി എന്ന് എനിക്ക് തോന്നി. കർത്താവിനോട് ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകം അനുഗ്രഹം തന്നതിന് ചെറിയ നന്ദി പറയുന്നു. എൻ്റെ പേര് സൂസൻ. ഞാൻ ഓഗസ്റ്റ് മാസമാണ് ആദ്യമായിട്ട് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. അന്ന് കാരിമാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു വിവാഹ തടസ്സം മാറ്റുന്ന മാതാവാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ 45 വയസ്സുണ്ട്. ഞങ്ങൾ കല്യാണമേ നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. ഈ അടുത്ത ശനിയാഴ്ച ജനുവരി 11-ന് എൻ്റെ പാപ്പൻ്റെ കല്യാണമാണ്. വിവാഹ തടസ്സം മാറ്റുന്ന മാതാവാന്ന് പറഞ്ഞതേ ഞാൻ എൻ്റെ മനസ്സിൽ കാരിമാതാവെ എൻ്റെ പാപ്പനെ ഒന്ന് ഓർക്കണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജനുവരി 11-ാം തീയതി എൻ്റെ പാപ്പൻ്റെ കല്യാണമാണ്. ഒരുപാട് നന്ദി. ഇവിടെ വലിയൊരു അത്ഭുതമാണ്. 45 വയസ്സായി വിവാഹം നടക്കില്ല എന്ന് അവർ വരെ വിചാരിച്ചിരുന്നു. സാരിമാതാവിനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, തീരുമാനം അപ്പം തന്നെയായി. ഇവിടെ സാരിമാനെ പിടിച്ചോ, വിവാഹ തടസ്സം മക്കളില്ലാത്തൊക്കെ മാറും. ദൈവം നൽകിയ അനുഗ്രഹത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ.